സ്റ്റുഡൻസ് +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് എന്തെല്ലാം ഉപരിപഠന സാധ്യതകളാണുള്ളതെന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരം കരിയർ ജാലകം എന്ന ലേഖനം നമുക്ക് നൽകുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള എംപ്ലോയ്മെൻറ്റ് വകുപ്പിലെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം സംസ്ഥാന നൈപുണ്യ വികസന മിഷനായിട്ടുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിൻ്റെ സഹായത്തോടു കൂടി വിവിധ തലത്തിലുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി തയ്യാറാക്കിയ പ്രസിദ്ധീകരണമാണിത്. ഈ ഒരു ലഘുലേഖയിൽ +2 സയൻസ് പാസ്സായതിനു ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ വിവിധ തലങ്ങളിലുള്ള ഉന്നത പഠന സാധ്യതകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, സ്കോളർഷിപ്പുകൾ ഏതെല്ലാമാണെന്നുള്ള വിവരങ്ങളാണ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് മേഖലയിൽ എന്തെല്ലാം കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെല്ലാം മേഖലയിലേക്ക് നമുക്ക് നമ്മുടെ ഉപരിപഠനം തിരിച്ചുവിടാൻ പറ്റും എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ബിടെക് ബാച്ചിലർ ഓഫ് ടെക്നോളജി 4 വർഷത്തെ കോഴ്സാണ്. BE ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സാണ്. BF ടെക് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി 4 വർഷത്തെ കോഴ്സാണ്. BArch ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ 5 വർഷത്തെ കോഴ്സാണ്. BPlan ബാച്ചിലർ ഓഫ് പ്ലാനിങ് 4 വർഷത്തെ കോഴ്സാണ്. BID ബാച്ചിലർ ഓഫ് ഇന്റീരിയർ ഡിസൈൻ 4 വർഷത്തെ കോഴ്സാണ്. ബാച്ചിലർ ഓഫ് ഡിസൈനിങ് 4 വർഷത്തെ കോഴ്സാണ്. ഇതെല്ലാം തന്നെ ഈ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഏതൊക്കെ മേഖലയിലാണ് ബിടെക്കിന് സ്പെഷ്യലൈസേഷൻ ഉള്ളതെന്ന് നോക്കാം. എയറോസ്പേസ്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്, ഓട്ടോമൊബൈൽ, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ, സെറാമിക്, കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, energy, industrial, instrumentation, manufacturing science and engineering, mechanical, metallurgical and materials, mining, machinery engineering, mineral engineering, ocean engineering and naval architecture, petroleum engineering, industrial engineering, structural engineering, textiles technology. ഇതൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്യാവുന്ന മേഖലകൾ. ഇതിൻ്റെ കരിയർ ഓപ്ഷൻസ് സിവിൽ സർവീസ്, എഞ്ചിനീയർ, ശാസ്ത്രജ്ഞർ, ആർക്കിടെക്റ്റ്, കേന്ദ്ര സംസ്ഥാന സർവീസ്, കൊമേഴ്ഷ്യൽ പൈലറ്റ്, നേവൽ ഓഫീസർ, ഫിസിസ്റ്റ്, സ്റ്റാറ്റിസ്റ്റിഷ്യൻ, ഇന്റീരിയർ ഡിസൈനർ, ഫാഷൻ ഡിസൈനർ, ഓട്ടോമൊബൈൽ ഡിസൈനർ, ടൗൺ പ്ലാനർ, കെമിസ്റ്റ്, സായുധ സേന, ജോബ് ഇൻ ടെക്നിക്കൽ കമ്പനി, ബിസിനസ്, ടെക്നിക്കൽ സ്വയം സംരംഭം കൂടാതെ മാനേജ്മെൻറ്റ്, ടെക്നിക്കൽ മേഖലകളിൽ ഗവേഷണവും ഉയർന്ന പഠനവും സാധ്യമാകുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും നേടുന്ന പ്രൊഫഷണൽ ഡിഗ്രികൾക്കാണ് കൂടുതൽ ജോലി സാധ്യത ഉറപ്പു നൽകുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാംസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വരുന്നത് JEE ആണ്, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. BE, BTech, BRB പ്ലാനിങ് ഇൻ NITs, IITs, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സാം പാസ്സാവേണ്ടതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പീരീഡ് സെപ്റ്റംബർ, ഫെബ്രുവരി മാസങ്ങളിലാണ്. www.jeemain.nic.in എന്നുള്ള വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. JEE എൻട്രൻസ് എക്സാമിനേഷൻ അഡ്വാൻസ് ഉണ്ട്, അതായത് UG പ്രോഗ്രാംസ്, ഐസർ, IIST, IIT ആൻഡ് IISc ബാംഗ്ലൂർ ഇവിടങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ്. ആപ്ലിക്കേഷൻ പീരീഡ് മെയ് മാസത്തിലാണ്. www.jeeadv.ac.in ഈ 2 വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി കീമാണ് കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം. ആപ്ലിക്കേഷൻ പീരീഡ് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. www.cee.kerala.org എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റ്, കൊച്ചി. ആപ്ലിക്കേഷൻ പീരീഡ് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. www.kusat.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. BITSAT ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് അഡ്മിഷൻ ടെസ്റ്റ്, ബിറ്റ്സ് പിലാനി, ഗോവ ആൻഡ് ഹൈദരാബാദ്. ആപ്ലിക്കേഷൻ പീരീഡ് ജനുവരി ടു മാർച്ച് ആണ്. www.bitsadmission.com എന്നുള്ള വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.
അടുത്തത് വരുന്നത് MET ആണ്, മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റ്. ആപ്ലിക്കേഷൻ പീരീഡ് ഒക്ടോബർ ടു മാർച്ച് ആണ്. www.manipal.edu എന്നുള്ള വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമി NDA എൻട്രൻസ് വിത്ത് PCM. ആപ്ലിക്കേഷൻ പീരീഡ് ജനുവരി ടു ഫെബ്രുവരി ആണ്. www.careersairforce.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സിംബിയോസിസ് എൻട്രൻസ് ടെസ്റ്റ് സെറ്റ്. ആപ്ലിക്കേഷൻ പീരീഡ് ജനുവരി ടു ഏപ്രിൽ ആണ്. www.sitpune.edu.in എന്നുള്ള വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി VIT ആണ്, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. ഒക്ടോബർ ടു മാർച്ച് മാസങ്ങളിലാണ് ആപ്ലിക്കേഷൻ പീരീഡ്. www.vit.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. COMED UGT അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് ഫോർ അഡ്മിഷൻ ടു ദ കൺസോർട്ടിയം ഓഫ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡെന്റൽ കോളേജസ് ഓഫ് കർണാടക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പീരീഡ് ഫെബ്രുവരി ടു മാർച്ച് ആണ്. www.comedec.org എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി എന്താണ് JEE അഥവാ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് നോക്കാം. ഇന്ത്യയിലെ സാങ്കേതിക പഠനത്തിനുള്ള മികച്ച കേന്ദ്രങ്ങളായിട്ടുള്ള IIT, NIT, IIIT സ്ഥാപനങ്ങളിലേക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് JEE. NITകളിലെ പ്രവേശനത്തിനാണ് JEE മെയിൻസ് പരിഗണിക്കുന്നത്. അഡ്വാൻസ് പരീക്ഷയുടെ റാങ്ക് വഴിയാണ് IIT, IISER, IISTകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. അഡ്വാൻസ് പരീക്ഷ വിജയിക്കുന്നവർക്ക് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായത് AAT നടത്തിയാണ് IITകളിലെ BArch പ്രവേശനം ലഭിക്കുന്നത്. എന്നാൽ NITകളിലെ BArch പ്രോഗ്രാമുകൾക്കും സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിലും പ്രവേശനം ലഭിക്കുന്നതിന് JEE മെയിൻസിൻ്റെ 2 പേപ്പറാണ് പരിഗണിക്കുക. കേരളത്തിലെ NIT കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്തും IIT പാലക്കാടുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്താണ് കീം എന്ന് നോക്കാം. കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ കീം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. കീം പരീക്ഷയുടെ മാർക്കും HSC മാർക്കും സമീകരിച്ചാണ് എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി IIST തിരുവനന്തപുരം. BTech പ്രോഗ്രാംസ് ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, Avionics, Physical Science, 5-year dual degree programs in MS and MTech. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 75% മാർക്കിലുള്ള +2 പാസ്സാണ്. JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇതിലെ പഠനം തീർത്തും സൗജന്യമാണ്. പഠന ചെലവ് മുഴുവനായും വഹിക്കുന്നത് ബഹിരാകാശ വകുപ്പാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER 5-year integrated MS programs, BS MS dual degree. ഇതിൻ്റെ എൻട്രി ക്വാളിഫിക്കേഷൻ +2 സയൻസ് വിത്ത് above 60% of marks. Admission from the list KVPY, IIT JEE advanced rank list and central and state board out after the aptitude test based on NCERT syllabus. IISERന് തിരുവനന്തപുരത്ത് കേന്ദ്രമുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി www.iiseradmission.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് NISER. ഇതിൻ്റെ സെൻറ്റർ ഭുവനേശ്വറിലാണ്. 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MS പ്രോഗ്രാമാണ്. നെസ്റ്റ് അഥവാ നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ് വഴിയാണ് പ്രവേശനം ലഭിക്കുന്നത്. www.nestexam.in എന്നുള്ള വെബ്സൈറ്റിൽ, അതുപോലെ www.nicer.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോട് BE, BTech, BS എഞ്ചിനീയറിംഗ്, BArch എന്നീ പ്രോഗ്രാമുകളാണ്. ഇതിൻ്റെ അഡ്മിഷനും JEE മെയിൻസ് വഴിയാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി IMU പ്രോഗ്രാംസ് BSc നോട്ടിക്കൽ സയൻസ്, BBA ലോജിസ്റ്റിക്സ്, റിറ്റെയിലിംഗ് ആൻഡ് ഇ-കൊമേഴ്സ്, BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ 3 years. ഇതിൻ്റെ അഡ്മിഷൻ ത്രൂ എൻട്രൻസ് IMU CET നടത്തുന്ന എൻട്രൻസ് എക്സാമിലൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത്. www.imu.edu.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. IMUവിന് കൊച്ചിയിൽ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി CIPET
ചെന്നൈ. അഖിലേന്ത്യാ തലത്തിൽ CIPIT നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിന് ലഭിച്ച മാർക്കും അക്കാദമിക് നിലവാരവും പരിഗണിച്ചിട്ടാണ് പ്രവേശനം ലഭിക്കുന്നത്. CIPIT JEE BE BTech പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി. ഇതിൻ്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്. ഇതിൻ്റെ എൻട്രി ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി സയൻസ് അതിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ്. സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാരൈക്കുടി തമിഴ്നാട്. BTech കെമിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് തമിഴ്നാട് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ടെസ്റ്റും JEE മെയിൻ്റെയും മാർക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി BTech ഇൻ നേവൽ ആർക്കിടെക്ചർ, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ഇൻ സയൻസ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് ഡെറാഡൂൺ UP. BTech ആണ് അവിടുത്തെ കോഴ്സ്. JEE എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. www.ups.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി അമേത്തി. BTech JEE വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. www.rgipt.ac.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേ പിവോട്ടൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഹൈലി സ്കിൽഡ് പേഴ്സണൽ വിതിൻ ദ സ്പെസിഫൈഡ് റീജിയൻ. സ്പെസിഫൈഡ് മേഖലയിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ വാർത്തെടുക്കുന്നതിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്രയാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ സയൻസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള സാധ്യതകൾ. ഇനി മെഡിക്കൽ മേഖലയിൽ ഏതെല്ലാം ഉപരിപഠന സാധ്യതകളാണ് +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഉള്ളതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.